പോകുന്നത് ഡോക്ടർ സ്റ്റോൺ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിന്റെ സീസൺ 4 രണ്ടാമത്തെ എപ്പിസോഡാണ്. സോളോട്ട് പോകുന്നതിന് മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് ഈ സീരീസ് മുന്നോട്ട് തുടരാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ഞാൻ നിങ്ങളെ കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞു യോജിപ്പിക്കുന്നില്ല. നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡ് തുടങ്ങുന്നതിനെ കാണിക്കുന്നത് അമേരിക്കയ്ക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ സേക്കു എന്താണ് ചെയ്തതെന്നാണ്. ഇവിടെ ഉണ്ടായിരുന്ന ഗോതമ്പ് എടുത്തിട്ട് നമ്മുടെ സേക്കു ആണെങ്കിൽ കൊഹാക്കുനെയും കൊണ്ട് അത് പൊടിപ്പിച്ചിട്ട് ജ്യൂസ് ചെയ്തിട്ട് നമ്മുടെ സേക്കു ആണെങ്കിൽ ഒരു ജ്യൂസ് ഉണ്ടാക്കുകയാണ്. സോ അതിൻ്റെ അകത്തിൽ ഈസ്റ്റ് ഇട്ടിട്ടാണ് നമ്മുടെ സേക്കു ഇതിപ്പോൾ ഒരു ആൽക്കഹോൾ ആക്കിയിരിക്കുന്നത്. അത് കുറച്ചുകൾ കഴിഞ്ഞ സമയത്ത് അത് ബിയർ ഐസോ ഇതാണ് ഇപ്പൊ ഷിപ്പിലുള്ള എല്ലാ ആൾക്കും കൊടുത്തിരിക്കുന്നത്. കുടിച്ചിട്ട് എല്ലാ ആൾക്കാരും വളരെയധികം നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സേക്കു നോക്കുന്ന സമയത്ത് കുറച്ച് പേരൊക്കെ ബിയർ ഒന്നും അടിക്കാതെ എന്നിട്ട് നമ്മുടെ സ്വീക്ക വന്നിട്ട് ഞാനിത് കുടിച്ചോട്ടെ എന്ന് ചോദിക്കുന്ന സമയത്ത് നിനക്ക് അതിനുള്ള പ്രായമായില്ല എന്ന് നമ്മുടെ റിയൂഷി ആൾക്കാരും ആൽക്കഹോൾ യൂസ് ചെയ്ത് എൻജോയ് ചെയ്യുന്ന സമയത്ത് ആൽക്കഹോൾ യൂസ് ചെയ്യാത്തവരുണ്ട്. സോ അവർക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല, എനിക്ക് നോക്കിക്കൊണ്ടിരിക്കാൻ വേണ്ടി സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള ജ്യൂസ് എനിക്ക് ഉണ്ടാക്കണം എന്ന് നമ്മുടെ ഫ്രാൻചോ നമ്മുടെ സേക്കുനോട് പറയുന്നു. അതിനുവേണ്ടി ഞാൻ ഹെൽപ്പ് ചെയ്യാം എന്ന് നമ്മുടെ സേക്കു പറയുകയാണ്. സോ ഇതേ സമയത്ത് തന്നെ നമ്മുടെ സേക്കു ആണെങ്കിൽ സിറപ്പ് ഉണ്ടാക്കുകയാണ്. സിറപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടി സൾഫ്യൂറിക് ആസിഡ് അതിന്റെ അതിലേക്ക് ഇടുകയാണ്. എന്നാണെങ്കിലും നീ ഞങ്ങൾക്ക് സൾഫ്യൂറിക് ആസിഡ് തന്നെ കൊല്ലാൻ നോക്കിയാണോടാ എന്ന് ചോദിക്കുന്ന സമയത്ത് കറക്റ്റ് ലെവലിലുള്ള സൾഫ്യൂറിക് ആസിഡ് നമ്മൾ യൂസ് ചെയ്താൽ അത് നമ്മുടെ ആരോഗ്യത്തിന് കേടല്ല എന്ന് നമ്മുടെ സേക്കു പറയുന്നു. നമ്മുടെ സേക്കു ഉണ്ടാക്കുന്ന ആ ലിക്വിഡ് കണ്ടിട്ട് നമ്മുടെ ക്രോമൊക്കെ നല്ല രീതിയിൽ തന്നെ പേടിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ക്രോം ആണെങ്കിൽ ആ ലിക്വിഡ് ആണെങ്കിൽ എടുത്തുകൊണ്ട് കുടിക്കുന്ന സമയത്ത് അവര് നല്ല രീതിയിൽ തന്നെ അത് ഇഷ്ടപ്പെടുകയാണ്. ആടിന്റെ പാലും അവരെടുത്തുകൊണ്ട് വരികയാണ്. നമ്മുടെ സേക്കു ഷുഗറും ഉണ്ടാക്കുകയാണ്. യൂസ് ചെയ്തിട്ട് നമ്മുടെ ഫ്രാൻചോ ആണെങ്കിൽ ലാക്റ്റിക് ഡ്രിങ്ക് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാക്കുകയാണ്. നമ്മുടെ ഫ്രാൻചോ നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ സ്വീക്കയ്ക്ക് കൊടുക്കുകയാണ്. കുടിക്കുന്ന സമയത്ത് നമ്മുടെ സ്വീക്കയ്ക്ക് അതിന്റെ ടേസ്റ്റ് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെടുകയാണ്. സോ നമ്മുടെ സ്വീക്ക ഇപ്പം വളരെയധികം ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. നമ്മുടെ സ്വീക്കയുടെ മാസ്ക് പോലത്തെ ഒരു സാധനം ആപ്പിൾ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ അത് കാണുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ഉണ്ട് എന്ന് നമ്മുടെ കാസ്കി കാണാൻ മാത്രമല്ല അതിട്ടിട്ട് ഒന്ന് കുടിച്ചു നോക്കാൻ നമ്മുടെ ഫ്രാൻചോ പറയുന്നു. അതിട്ട് കുടിക്കുന്ന സമയത്ത് നമ്മുടെ സ്വീക്കയ്ക്ക് വാട്ടർമെലന്റെ ടേസ്റ്റ് കിട്ടുകയാണ്. അപ്പോൾ അതിലിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് അതിനെങ്ങനെ വാട്ടർമെലന്റെ ടേസ്റ്റ് കിട്ടുന്നത് എന്ന് നമ്മുടെ യുസൂറിയെ ചോദിക്കുന്നു. ഓരോ രീതിയിലുള്ള മിക്സ്ഡ് ഫ്ലേവേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഇങ്ങനെ വെറൈറ്റി ടേസ്റ്റ് ഒക്കെ കിട്ടുന്നത്. നമ്മുടെ ഫ്രാൻചോ ആണെങ്കിൽ യുസൂറിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അതായത് നമ്മുടെ സുക്കാട്സയ്ക്ക് വേണ്ടിയുള്ള ഒരു ഡ്രിങ്ക് ആണെങ്കിൽ നമ്മുടെ ഫ്രാൻചോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സുക്കാട്സയ്ക്ക് റെഡ് കളറിലുള്ള ഒരു ഡ്രിങ്ക് ആണെങ്കിൽ നമ്മുടെ ഫ്രാൻചോ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അത് നമ്മുടെ സുക്കാട്സയ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. അതായത് നമ്മുടെ ജെന്നിന് വേണ്ടി ഒരു സ്പൈസി കോള തന്നെ നമ്മുടെ ഫ്രാൻചോ ഉണ്ടാക്കി കൊടുക്കുകയാണ്. നമ്മുടെ കൊഹാക്കുവിന് സ്പൈസി സിൻഡർല എന്ന് പറഞ്ഞ ഒരു ഡ്രിങ്കും ഉണ്ടാക്കി കൊടുക്കുകയാണ്. നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് ഇത്രയും ടേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കാമല്ലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊഹാക്കു ചിന്തിക്കുകയാണ്. നമ്മുടെ സേക്കുൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഡ്രിങ്ക് 3 ലെയേർഡ് ലാറ്റ് ഓരോരോ ലെയേഴ്സും സയൻസിനെ റെപ്രസെന്റ് ചെയ്താണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നമ്മുടെ ഫ്രാൻചോ പറയുന്നു. കേട്ടാ നമ്മുടെ സേക്കു ആണെങ്കിൽ അത് മിക്സ് ചെയ്തിട്ട് കുടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയുന്നു. ഇത്രയും കാര്യങ്ങൾ ഇവിടെ നടക്കുകയാണെങ്കിൽ നമ്മുടെ മാത്സുക്കാച്ച മാറി നിൽക്കുകയാണ്. സോ നമ്മുടെ കീണറാണെങ്കിൽ മാത്സുക്കാച്ചയ്ക്ക് ബിയർ കൊണ്ട് കൊടുക്കുകയാണ് കുടിക്കാൻ പറഞ്ഞുകൊണ്ട്. നമ്മുടെ മാത്സുക്കാച്ച തന്റെ പാസ്റ്റ് കീണറോയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഗ്രിഫിക്കേഷൻ വെപ്പൺ ഐലൻഡിലേക്ക് വന്ന് ഒരുപാട് പേരെ കല്ലാക്കി മാറ്റുന്നു. എന്നാൽ കുറച്ച് പേരൊക്കെ അതിൽ നിന്ന് രക്ഷപ്പെടുന്നു. പെട്ടവരുടെ കൂട്ടത്തിൽ നമ്മുടെ മാട്സുക്കാച്ചയുടെ മാസ്റ്റർ വേറെ കുറച്ച് പേരുമുണ്ട്. സോ ഹ്യൂമൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും വെപ്പൺസ് യൂസ് ചെയ്ത് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാസ്റ്റർ അത് ഒരുപാട് തവണ തടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മാസ്റ്ററിന്റെ കൈ കല്ലായിട്ട് മാറുകയാണ്. വേറെ വരിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ കൈ തന്നെ നമ്മുടെ മാട്സുക്കാച്ച വെട്ടിക്കളയുകയാണ്. രക്ഷപ്പെടാൻ വേണ്ടി പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആദ്യം വിചാരിച്ചു ഹെവൻസിലുള്ള ആൾക്കാർ നമ്മൾ തെറ്റ് ചെയ്തത് കൊണ്ട് തന്നെ നമ്മളെ പണിഷ് ചെയ്യുകയാണെന്ന്. ഒരു വെപ്പൺ പോലാണ് വർക്ക് ചെയ്യുന്നത്. തെറ്റ് ചെയ്യുന്നവരെ ദൈവം കല്ലാക്കി മാറ്റുകയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇങ്ങനെ മനുഷ്യർ ഉപയോഗിക്കുന്നത് അത് ശരിക്കും ഒരു വെപ്പൺ തന്നെയാണ്. എന്താണ് സംഭവിക്കുന്നത്, ഇവിടെയൊക്കെ എന്താണ് ചെയ്യുന്നത് എന്ന് പോയിട്ട് മാസ്റ്റർ കരയുകയാണ്. കേട്ടാ മാട്സുക്കാച്ചയാണെങ്കിൽ അവരെ ആക്രമിക്കാൻ വേണ്ടി വന്നുകൊണ്ടിരുന്ന എല്ലാ ആൾക്കാരും വെട്ടി ഇല്ലാതാക്കുകയാണ്. ഇനിയും കുറെ പേരുടെ വെട്ടിഫിക്കേഷൻ വെപ്പൺ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മാട്സുക്കാച്ചനെ അത് വെച്ച് ആക്രമിച്ച് ആക്കി മാറ്റുകയാണ്. എന്നാൽ കല്ലാകുന്നതിന് മുമ്പ് തന്നെ വെപ്പണിന്റെ ഒരു മാർക്കാണെങ്കിൽ തന്റെ കയ്യിൽ മാർക്ക് ചെയ്ത് വെക്കുകയാണ്. മാസ്റ്ററിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല. എന്നാൽ ഞാൻ ആ വൈമാനെ ഡിഫീറ്റ് ചെയ്തിരിക്കും. തന്നെ നമ്മുടെ ഫ്രാൻചോ വന്നിട്ട് ഒരു ഗ്രീൻ കളറിലുള്ള ഒരു ബിയർ ആണെങ്കിൽ നമ്മുടെ മാട്സുക്കാച്ചയ്ക്ക് കൊടുക്കുകയാണ്. സോ അത് കുടിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ മാട്സുക്കാച്ചയുടെ ബോധം പോവുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞിട്ട് നമ്മുടെ മാട്സുക്കാച്ച കണ്ണു തുറക്കുകയാണ്. അന്നേരം വരുന്നു താൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ ഓർക്കുന്നത്. എനിക്ക് നിങ്ങളെ പോലെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബാരിയറായി മാറണം, നിങ്ങൾ ട്രൈ ചെയ്യണം വന്ന സമയത്ത് നമ്മുടെ മാട്സുക്കാച്ചയാണെങ്കിൽ സുക്കാസനോട് ക്ഷമ ചോദിക്കുകയാണ്. സേക്കുനോട് ഇവരെല്ലാവരും ചെന്ന് പറയുകയാണ് ഇവർക്ക് ട്രെയിനിങ് എടുക്കണമെന്ന്. സോ മാട്സുക്കാച്ചനെ മോഡേൺ രീതിയിലുള്ള ഫൈറ്റിംഗ് ടെക്നിക്സ് പഠിപ്പിക്കണം. സോ അതിന് ഒരാളെ റിവൈവ് ചെയ്യണമെന്ന് നമ്മുടെ സുക്കാച്ച പറയുന്നുണ്ട്. നമ്മുടെ സേക്കു ആണെങ്കിൽ നമ്മുടെ ഹ്യൂഗനെ റിവൈവ് ചെയ്യുകയാണ്. ഹ്യൂഗ എനിക്ക് ഇതിന്റെ ഹെൽപ്പ് വേണം എന്ന് നമ്മുടെ സുക്കാച്ച പറയുന്നു. മോഡേൺ ഫൈറ്റിംഗ് മെത്തേഡ്സ് നീ ഇവന് പഠിപ്പിച്ചു കൊടുക്കണം. പക്ഷേ എനിക്ക് 2 കണ്ടീഷൻ ഉണ്ട് എന്ന് നമ്മുടെ ഹ്യൂഗ പറയുന്നു. 2 പേരെ നീ റിവൈവ് ചെയ്യണം. ഹോമറിനെ റിവൈവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഹ്യൂഗ പറയുന്നു. സോ അതുപോലെ തന്നെ അവർ ചെയ്യുകയുമാണ്. ഹ്യൂഗ നമ്മൾ നിർത്തി വെച്ചിരുന്ന ഫൈറ്റ് എനിക്ക് ഒന്നും കൂടെ ചെയ്യണം എന്ന് നമ്മുടെ മാഴ്സ് പറയുന്നു. അല്ല എനിക്ക് പെണ്ണുങ്ങളുടെ ഇവിടേക്ക് ഒന്ന് ക്ലോസ് ആക്കണം എന്ന് നമ്മുടെ മാഴ്സ് പറയുന്നു. നീ കുറച്ച് ഡീസെന്റ് ആയിട്ട് ഇരിക്കാൻ നമ്മുടെ ഹ്യൂഗ പറയുന്നു. ബാറ്റിൽസ് ഒക്കെ ചെയ്യാൻ വേണ്ടി നമ്മുടെ വാരിയേഴ്സ് ഒക്കെ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് സീക്രട്ട് ആയിട്ട് തന്നെ നമ്മുടെ കീണറാണെങ്കിൽ ജീണറോനെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. എന്നിട്ട് ഒരു സ്ഥലത്ത് പോയിട്ട് ഇവർ 2 പേരും ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കീണറാണെങ്കിൽ കുറച്ച് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് എന്ന്
നമ്മുടെ ജീനോ പറയുന്നു. വൈക്കിങ്സ് കടലിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡയറക്ഷൻസ് ഒക്കെ നോക്കിക്കൊണ്ടിരുന്നത് സൺ സ്റ്റോം യൂസ് ചെയ്തുകൊണ്ടായിരുന്നു. 500 വർഷങ്ങൾക്ക് ശേഷം കോമ്പസ് യൂസ് ചെയ്തിട്ടാണ് അമേരിക്കയിൽ റീച്ച് ആകുന്നത്. അതിനു മുമ്പ് തന്നെ വൈക്കിങ്സ് ആണെങ്കിൽ അമേരിക്കയിൽ റീച്ച് ചെയ്തിട്ടുണ്ട്. ഏത് സ്ഥലത്താണ് ഉള്ളതെന്ന് വെതർ മോശമാണെങ്കിലും ആ സൺ സ്റ്റോം നമ്മളെ കാണിക്കുമായിരുന്നു. ഈ കാലത്ത് നമ്മുടെ GPS ഉണ്ട്, സോ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് പോകാം എന്ന് നമ്മുടെ സേക്കു പറയുന്നു. സോ നമ്മുടെ GPS എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നമ്മുടെ ഗെന്ന് ചോദിക്കുന്നു. അല്ലെങ്കിൽ നെറൂറി കൊടുക്കുന്ന കോർഡിനേറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നമ്മുടെ സേക്കു പറയുന്നു. എന്നാൽ നെറൂറിനെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്ന് അവർ ചോദിക്കുന്നു. എന്നാൽ ഇത്രയധികം ഡിസ്റ്റൻസ് ഇരിക്കുന്നത് കൊണ്ട് തന്നെ നെറൂറിനെ വിളിച്ച് സംസാരിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷേ ബെല്ല് 10 റിംഗ് ചെയ്യുന്നത് പോലെ റെഡിയാക്കാൻ പറ്റും. സേക്കു പറയുന്നു അന്നേരം തന്നെ ബെല്ല് വരും. നമ്മുടെ ഓക്കിയോ അത് നോട്ടും ചെയ്ത് വെക്കുകയാണ്. തന്നെ നമ്മുടെ സേക്കു പറയുകയാണ് ഇപ്പൊ കറക്റ്റ് 10 മണിയായിട്ടുണ്ട്. ഇത് കേട്ടൊക്കെ എന്നെ ഇത് നിനക്ക് സാധാരണ കാര്യം, നീ 3000 വർഷം എണ്ണിയ ഒരു സ്റ്റോപ്പ് വെച്ചല്ലേ എന്ന് ചോദിക്കുന്നു. ജപ്പാനിലെ സമയം 10 മണി. ഇപ്പൊ ഇവര് പൊക്കോണ്ടിരിക്കുന്ന സ്ഥലത്തിന്റെ സണ്ണിന്റെ ഡയറക്ഷൻ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ച് കറക്റ്റ് ആയിട്ടുള്ള ഡയറക്ഷൻ കണ്ടുപിടിച്ചിട്ട് സണ്ണുള്ള പൊസിഷൻ, കപ്പലുള്ള പൊസിഷൻ, പിന്നെ ജപ്പാനിലെ ടൈം ഇതെല്ലാം യൂസ് ചെയ്തിട്ട് ഇവരിരിക്കുന്ന ലൊക്കേഷൻ ആണെങ്കിൽ കറക്റ്റ് ആയിട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്യും. സണ്ണുള്ള സമയം വരെ നമുക്ക് ലൊക്കേഷൻ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാം എന്ന് നമ്മുടെ സേക്കു പറയുന്നു. സോ അതേ സമയത്ത് തന്നെ മേഘമൊക്കെ വന്ന് സൂര്യനെ കാണാൻ പറ്റാത്ത രീതിയിൽ മഴ പെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ്. സേക്കു നിന്റെ ലക്ക് മാത്രം എന്തുവാണ് ഇങ്ങനെ, നീ വാ തുറന്ന് പറഞ്ഞ അതെല്ലാം മുടിഞ്ഞു പോവല്ലോ. നമ്മുടെ എന്നെ ടെൻഷൻ ആക്കിയാണ്. നിന്റെ പൊസിഷൻ എവിടാണെന്ന് അറിയാതെ നമ്മൾ എവിടെയാണെന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കത്തില്ല. ആ സൺസ്റ്റോൺ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കെല്ലാം ചെയ്യാൻ വേണ്ടി സാധിച്ചേനെ എന്ന് നമ്മുടെ സ്പീക്കർ പറയുന്നു. കേട്ടുടനെ തന്നെ നമ്മുടെ ക്രോമിന് ഒരു ഐഡിയ തോന്നുകയാണ്. ക്രോമിന്റെ ഒരു റോക്ക് ഉണ്ട്. സോ ആ റോക്കിന്റെ അകത്തില് വേറൊരു വൈറ്റ് റോക്ക് ഉണ്ട്. ഇത് നമ്മുടെ റോക്കിയുടെ ഗുറില്ല ശക്തി ഉപയോഗിച്ചുകൊണ്ട് അത് ആ വൈറ്റ് റോക്ക് ആയിട്ട് മാത്രം സെപ്പറേറ്റ് ചെയ്യുക. വൈറ്റ് റോക്ക് വെച്ച് എന്ത് യൂസ് ചെയ്യുന്ന നമ്മുടെ റൂക്കിയെ ചോദിച്ച സമയത്ത് ആ റോക്ക് വെച്ചിട്ട് നമ്മൾ നോക്കുന്ന സ്ഥലങ്ങളെല്ലാം നമുക്ക് ഡബിൾ ആയിട്ട് കാണാൻ വേണ്ടി സാധിക്കും. വെച്ചിട്ട് നീ എന്ത് തേങ്ങയാടാ ചെയ്യാൻ വേണ്ടി പോകുന്നേ എന്ന് നമ്മുടെ റൂക്കിയ ക്രോമിനോട് ചോദിക്കുകയാണ്. ഓരോ ദിവസം പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരു സയൻസ് യൂസറാണ് ഞാൻ. എന്നിട്ട് ആ റോക്ക് വെളിയിലേക്ക് കൊണ്ടുപോയിട്ട് ഒരു കമ്പില് അത് സെറ്റ് ചെയ്തിട്ട് ഒരു സിമ്പിൾ പോലെ ഒരു സാധനം അതിൽ ക്രിയേറ്റ് ചെയ്തിട്ട് അത് ആകാശത്തിലേക്ക് വെക്കുക. സമയത്ത് ഒരു സ്ഥലത്ത് മാത്രം വെക്കുന്ന സമയത്ത് ആ ഡബിൾ ഇമേജ് സിംഗിൾ ഇമേജ് ആകുന്നു. എത്ര മേഘങ്ങളോ എത്ര കാർമേഘങ്ങൾ വന്ന് മൂടിയാലും സൂര്യന്റെ അടുത്ത് നിന്ന് ചെറുതായിട്ടെങ്കിലും ലൈറ്റ് ലീക്ക് ആകും. അതുകൊണ്ട് തന്നെ നമുക്ക് സണ്ണിന്റെ ഡയറക്ഷൻ എന്റെ ഇരിക്കുന്ന ഈ സാധനം ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി സൺലൈറ്റ് ഈ സ്റ്റോണിലേക്ക് അടിക്കാൻ നേരത്ത് മാത്രമേ ഡബിൾ ഇമേജ് സിംഗിൾ ഇമേജ് ആകത്തുള്ളൂ. അപ്പം ഈ വെപ്പൺ യൂസ് ചെയ്തിട്ട് സണ്ണിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പൊ പറഞ്ഞ സയൻസ് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ അത് റിപ്പീറ്റ് അടിച്ച് കേൾക്കുക. ഇത് നമ്മുടെ സേക്കു കാണുന്ന സമയത്ത് തന്നെ നമ്മുടെ സേക്കുന് ഒരുപാടധികം സന്തോഷം വരികയാണ്. ഇതൊരു നാച്ചുറൽ പ്രിസമാണ്. വൈക്കിങ്സിന്റെ കപ്പലിൽ നിന്ന് ഒരുപാടധികം കാലസൈറ്റ് പണ്ട് മുതലേ കണ്ടുപിടിച്ചിട്ടുണ്ട്. സൺസ്റ്റോൺ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഒരു മാജിക്കൽ വെപ്പൺ അല്ല, അത് ഒരു പ്രിസമാണ് എന്ന് ഇവർക്ക് എല്ലാവർക്കും മനസ്സിലാവുകയാണ്. വൈക്കിങ്സിനെ പോലെ നമ്മളും അമേരിക്കയിലേക്ക് പോവുകയാണ് എന്ന് നമ്മുടെ റിയൂഷി പറഞ്ഞ് പവർ ആവുകയാണ്. ക്രോം കാരണമാണ് ഇത് ചെയ്യാൻ വേണ്ടി സാധിച്ചു എന്നുമായിട്ട് നമ്മുടെ സേക്കു ചിരിക്കുകയാണ്. ഒരുപാടധികം നാളുകൾ കടന്നു പോവുകയാണ്. സോ ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇവർ ഡയറക്ഷൻസ് ഒക്കെ കണ്ടുപിടിച്ചിട്ട് അമേരിക്കയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവർ പോകുന്ന സമയത്ത് ഇവർ ഒരുപാടധികം ഐസ്ബർഗ്സും അതുപോലെ തന്നെ ഒരുപാടധികം പുതിയ രീതിയിലുള്ള മീനുകളെയും ഇവർ കാണുന്നുണ്ട്. ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്തായിരുന്നു നമ്മുടെ ഹോമർ ലാൻഡ് കണ്ടു എന്ന് പറഞ്ഞിട്ട് ഇവരെ ഇൻഫോം ചെയ്യുന്നത്. കേട്ടോടെ തന്നെ നമ്മൾ ഫൈനലി അമേരിക്കയിൽ എത്തി എന്ന് പറഞ്ഞിട്ട് എല്ലാ ആൾക്കാരും ഹാപ്പി ആക്കുകയാണ്. അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. എല്ലാവരും കൂടെ ചേർന്നിട്ട് ഈ ലോകത്തിലുള്ള എല്ലാ ആൾക്കാരെ റിവൈവ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. റിവൈവൽ ഫ്ലൂയിഡ് ഉണ്ടാക്കുന്ന എല്ലാ സാധനവും ഇവരുടെ കയ്യിലുണ്ട്. പക്ഷേ ഇവർക്ക് ടണ്ണ് കണക്കിന് ആൽക്കഹോൾ വേണം. ആൽക്കഹോൾ ഗ്രേപ്സ് പോലത്തെ ഫ്രൂട്ട്സ് ഒക്കെ യൂസ് ചെയ്ത് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഇവരുടെ കയ്യിൽ അത്രയും ഫ്രൂട്ട്സ് ഒന്നും ഇല്ല. അമേരിക്കയിൽ ടണ്ണ് കണക്കിന് കോൺ ഉണ്ട്. സോ ഈ കോൺ യൂസ് ചെയ്തിട്ട് ആൽക്കഹോൾ ഉണ്ടാക്കാൻ സാധിക്കും. അതിനുവേണ്ടിയാണ് ഇപ്പൊ ഇവർ ഈ അമേരിക്കയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോരോ എപ്പിസോഡ്സ് കഴിയുന്ന സമയത്തും സ്റ്റോറി നല്ല കിഡിലായിട്ട് തന്നെ ചേഞ്ച് ആകുന്നതായി ഇവിടെ പറയാനുണ്ട്. ഈ എപ്പിസോഡിന് കുറച്ച് സൗണ്ട് ഇഷ്യൂസ് ഒക്കെ കാണും. കാരണം എന്റെ മൈക്ക് കേടായി. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന മൈക്ക് അത്രയ്ക്ക് നല്ല മൈക്കൊന്നും അല്ലായിരുന്നെങ്കിലും ഞാൻ അത്യാവശ്യം അല്ലറ ചില്ലറ രീതിയിലൊക്കെ ഒന്ന് റെഡിയാക്കി അത് വെച്ചായിരുന്നു റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ എന്റെ ഭയങ്കര പഴയ ഒരു മൈക്ക് വെച്ചിട്ടാണ് ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത്. ഇത് എപ്പോൾ വേണേലും അടിച്ചു പോകും. സോ അതുകൊണ്ട് തന്നെ എനിക്കൊരു പുതിയ മൈക്ക് മേടിക്കും. എന്നാൽ യൂട്യൂബിൽ നിന്ന് എനിക്ക് ഇതുവരെ ₹1 പോലും റവന്യൂ ആയിട്ട് കിട്ടും. മാക്സിമം നിങ്ങൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ പറ്റുന്നവരെ പൈസ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മെമ്പർഷിപ്പിലൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പറ്റുന്നവർ സൂപ്പർ ടാങ്ക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ചാനലിൽ മെമ്പേഴ്സ് ഒന്നുമില്ല, പക്ഷേ മെമ്പേഴ്സ് ആയിട്ട് ജോയിൻ ചെയ്യുന്നു. ഡോക്ടർ സ്റ്റോണിന്റെ എപ്പിസോഡ്സ് ഒക്കെ നിങ്ങൾക്ക് ഏർലി ആക്സസ് ആയിട്ട് കാണാൻ വേണ്ടി സാധിക്കും. ഡോക്ടർ സ്റ്റോണിന്റെ മാത്രമല്ല വേറെ ആനിമീസിന്റെ വെച്ചാൽ ഇനി 3ാമത്തെ എപ്പിസോഡ്സ് ഞാൻ നാളെ ഇടാൻ നേരത്തെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. പക്ഷേ മെമ്പർഷിപ്പ് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾക്ക് 3ാമത്തെ എപ്പിസോഡും കാണാൻ വേണ്ടി സാധിക്കും. മെമ്പേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇതുവരെ ഈ പരിപാടി തുടങ്ങിയിട്ടില്ല. സോ മെമ്പേഴ്സ് വരികയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഇത് ചെയ്യുന്നത്. അടുത്ത വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ.